الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحم إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما فاستجبنا له ووهبنا له يحيى وأصلحنا له زوجه إنهم كانوا يسارعون في الخيرات ويدعوننا رغبا ورهبا وكانوا لنا خاشعين സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും അള്ളാഹുവിൽ പ്രതീക്ഷ അർപ്പിച്ച് അവരിൽ അഭയം തേടി അവന്റെ കൽപ്പനകളെയും നിർദ്ദേശങ്ങളെയും പാലിച്ചുകൊണ്ട് യഥാർത്ഥ സത്യവിശ്വാസികളായി ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. എന്നോടും നിങ്ങളോടുമായി വസീയത്ത് ചെയ്യുകയാണ്. സഹോദരങ്ങളെ, എന്തെല്ലാം പ്രശ്നങ്ങൾ ആളുകൾ സങ്കടമായും പരാതിയായും നമ്മളോടൊക്കെ പറയാറുണ്ട്. പലപ്പോഴും അയാൾ പറയുന്ന പ്രശ്നങ്ങൾക്ക് ഫലപ്രദമായ ഒരു പരിഹാരം നിർദ്ദേശിക്കാൻ നമുക്ക് സാധിക്കുന്നുവെങ്കിൽ അത് ഒറ്റ വാക്കിൽ എന്താണ്? എന്ത് പ്രശ്നങ്ങൾ ഒരാൾ നമ്മോട് പറഞ്ഞാലും ഞാൻ പ്രാർത്ഥിക്കാം, അള്ളാഹു പരിഹരിക്കട്ടെ എന്ന് പറയുന്നത് ഒരു പരിഹാരം തന്നെയാണ്, മറ്റെല്ലാ പരിഹാരത്തെക്കാളും വലിയൊരു പരിഹാരം. ഈ പ്രാർത്ഥന എന്നുള്ളത് വളരെ വലിയൊരു പരിഹാരമാണ് ജീവിതത്തിൽ. നമുക്കെല്ലാം അറിയാം, നമ്മുടെ മാതൃക പ്രവാചകന്മാരാണ്. വിശുദ്ധ ഖുർആനിൽ പറയപ്പെട്ട മിക്കവാറും പ്രവാചകന്മാരുടെ എല്ലാം ഒരു പ്രാർത്ഥനയുടെ സാമ്പിളെങ്കിലും നമുക്ക് കിട്ടും. ആ മഹത്തായ മാതൃക നാം നമ്മുടെ ജീവിതത്തോട് ചേർത്ത് വെക്കേണ്ടതുണ്ട്. സത്യത്തിൽ പ്രാർത്ഥനയാണ് ഒരായുധം. ആയുധം എന്തിനാണ്? ഒരു ധൈര്യത്തിനാണ്. ജീവിതത്തിൽ എവിടെയും പതറാതെ എവിടെയും പിടിച്ചു നിന്ന് പോകാൻ നമുക്ക് പ്രാർത്ഥന കൊണ്ട് പറ്റും. ഇനിയൊരു പരിഹാരവുമില്ല എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു സന്ദർഭമുണ്ട്, ഇതിനി പരിഹാരമില്ല എന്ന് ആരെങ്കിലും പറഞ്ഞാൽ പരിഹരിക്കാൻ പറ്റുന്ന അള്ളാഹുവിന്റെ അസ്തിത്വത്തെ ചോദ്യം ചെയ്യലാണ്. പരിഹരിക്കാൻ അള്ളാഹുവിന് പറ്റൂല. ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അള്ളാഹുവിന് പറ്റും, തീർച്ചയായും പറ്റും. ആ വിശ്വാസമുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം പരിഹാരങ്ങൾ അറ്റുപോകുന്ന ഒരു ജീവിത സന്ദർഭമുണ്ട്. അങ്ങനെ ഒരു സന്ദർഭം ഒരിക്കലുമില്ല. മാത്രമല്ല, പ്രാർത്ഥന എന്ന് പറയുമ്പോൾ അത് ഒരു നന്മയാണ്. നമ്മളിപ്പോൾ സദക്ക കൊടുക്കുക, ഇതുപോലെ തന്നെ ഒരു പ്രാർത്ഥന എന്നുള്ളത് ഒരു നന്മയാണ്. അള്ളാഹുവിൽ നിന്ന് പ്രതിഫലം കിട്ടുന്ന നമസ്കാരം, നോമ്പ് പോലെയൊക്കെയുള്ള ഒരു നന്മയാണ്. പ്രാർത്ഥിച്ചാൽ നമുക്കൊരു കൂലി കിട്ടും. മാത്രമല്ല, അദ്ദുആഉൽ ഇബാദ, പ്രാർത്ഥന ആരാധനയാണ്. അതുകൊണ്ട്
നമ്മൾ അള്ളാഹുവിനെ ആരാധിക്കുകയാണ് പ്രാർത്ഥിക്കുമ്പോൾ ചെയ്യുന്നത്. ആരാധന എന്നത് എന്താണ്? വമാ ഖലഖ്തു ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. ആരാധനയാണ് മനുഷ്യ സൃഷ്ടിപ്പിന്റെ ലക്ഷ്യം. അപ്പൊ നമ്മൾ രണ്ട് കൈ ഉയർത്തി അല്ല, വേണ്ട, മനസ്സിന്റെ ഉള്ളിൽ നിന്ന് യാ റബ്ബ്, എന്റെ റബ്ബേ എന്ന് ഹൃദയത്തിൽ തട്ടി വിളിച്ചാൽ അതൊരു ഇബാദത്താണ്. അത് അള്ളാഹുവിന്റെ ഒരു ഇത്താഅത്താണ്, ഒരു നന്മയാണ്, അള്ളാഹുവിന്റെ സാമീപ്യം തേടിത്തരുന്ന ഒരു പുണ്യകർമ്മമാണ്. മാത്രമല്ല സുഹൃത്തുക്കളെ, ഏറ്റവും ലളിതമായി ചെയ്യാവുന്ന ഒരു നന്മ, ഏറ്റവും ലളിതമായി ചെയ്യാവുന്ന ഒരു സൽപ്രവർത്തനം, അതാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. പക്ഷേ ജീവിതത്തിന്റെ എത്ര സന്ദർഭങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്നുണ്ട്. എന്തിനേറെ പറയണം, പ്രാർത്ഥിച്ചാൽ ഉത്തരം കിട്ടുമെന്ന് പറയുന്ന എത്രയെത്ര സന്ദർഭങ്ങളിലൂടെ ജീവിതത്തിൽ കടന്നു പോകുന്നു. രാത്രിയുടെ അന്ത്യയാമങ്ങൾ, പള്ളിയിൽ വന്ന് നമസ്കാരം കാത്തിരിക്കുന്ന സന്ദർഭം, യാത്രവേളകൾ, ജീവിതത്തിന്റെ പ്രതിസന്ധി ഘട്ടങ്ങൾ, ഏതെല്ലാം സന്ദർഭങ്ങൾ പ്രാർത്ഥനയുടേതായി നമ്മുടെ മുന്നിലുണ്ട്. പക്ഷേ ആത്മാർത്ഥമായി ഭക്തിയോടുകൂടെ മനസ്സിൽ തട്ടിയ ഒരു ചോദ്യം ഹൃദയത്തിൽ നിന്ന് വരുന്നുണ്ടോന്ന്, മനസ്സിന് വല്ലാത്തൊരാശ്വാസമാണ്. പ്രാർത്ഥിക്കാമല്ലോ എന്നത് മനസ്സിന് നൽകുന്ന ഏറ്റവും വലിയൊരു ആശ്വാസമാണ്. അല്ല സുഹൃത്തുക്കളെ, ഒരു പ്രശ്നം പരിഹരിക്കണ്ട, പരിഹരിക്കും എന്ന് വന്നാൽ മാത്രം മതി. പരിഹരിക്കും എന്ന് വന്നാൽ മാത്രം മതി. ജീവൻ നഷ്ടപ്പെടുമെന്ന് ഭയപ്പെടുന്ന ഒരു ഓപ്പറേഷൻ, ഒരു സർജറിക്ക് വേണ്ടി ഓപ്പറേഷൻ തിയേറ്ററിൽ കയറി കിടക്കുമ്പോൾ അയാളെ മനസ്സിലെന്താണ്? ഇത് പരിഹരിക്കും, ഞാൻ ഇതുവരെ അനുഭവിക്കുന്ന വേദനകൾ. അതൊരു പ്രതീക്ഷയാണ്. ഒരു പക്ഷേ വലിയൊരു പ്രതിസന്ധിക്ക് മുന്നിൽ കിടക്കുമ്പോഴും ഒരു പ്രതീക്ഷ അയാൾക്ക് ജീവൻ നൽകും. ഫസ്തജബ്നാ ലഹു വവഹബ്നാ ലഹു യഹ്യ വഅസ്ലഹ്നാ ലഹു സൗജ വഅസ്ലഹ്നാ ലഹു. ഇതാരാ? സക്കരിയ നബി അലൈഹിസ്സലാം. അദ്ദേഹത്തിന്റെ ഭാര്യ പ്രസവിക്കാത്തവളാണ്. പ്രസവത്തിന് യോഗ്യമല്ല അവരുടെ ഗർഭപാത്രം. പക്ഷെ അള്ളാഹു എന്ത് ചെയ്തു അറിയോ? വഅസ്ലഹ്നാ ലഹു സൗജഹു. ആ ഭാര്യയെ അള്ളാഹു ശരിയാക്കി കൊടുത്തു. പ്രസവിക്കാവുന്ന അവസ്ഥയിലേക്ക് വാർദ്ധക്യത്തിന്റെ ഏറ്റവും വലിയ ദശാസന്ധ്യയിൽ ആ ഗർഭപാത്രത്തെ സജ്ജമാക്കി കൊടുത്തു. എന്തേ അവർക്ക് പ്രത്യേകത? ഇന്നഹും കാനൂ യുസാരിഊന ഫിൽ ഖൈറാത്ത് വയദ്ഊനനാ റഗബൻ വറഹബ. അവർ നന്മ പ്രവർത്തിക്കുന്നവരായിരുന്നു. മാത്രല്ല പ്രതീക്ഷയോടെ, ഭയത്തോടെ അവർ നമ്മോട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. വക്കാനൂ ലനാ ഖാശിഈൻ. വെറും പ്രാർത്ഥന, മനസ്സിൽ തട്ടിയ ഭക്തിയുള്ള പ്രാർത്ഥനകളാണ് അവർ നടത്തിയത്. അപ്പോ പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന ഒരു പ്രതീക്ഷയാണ്. ജീവിതത്തിൽ നിരാശപ്പെടുന്നവന്റെ പ്രതീക്ഷയാണ്. വാർദ്ധക്യം കൊണ്ട് പ്രതീക്ഷ നഷ്ടപ്പെട്ടവർ, രോഗം കൊണ്ട് പ്രതീക്ഷ നഷ്ടപ്പെട്ടവർ, കടം കൊണ്ട് പ്രതീക്ഷ നഷ്ടപ്പെട്ടവർ, എല്ലാവർക്കും പ്രതീക്ഷയാണ് ഒരു പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ. ജീവിതം സമ്പൂർണമായി തകർക്കപ്പെടുന്ന രംഗമുണ്ടാവും. അതല്ലേ യൂനുസ് നബി? കടലിൽ വീണില്ലേ സുഹൃത്തുക്കളെ, മത്സ്യം വിഴുങ്ങിയത്, ഏറ്റവും പ്രതിസന്ധി. അതുകൊണ്ടാണ് യൂനുസ് നബി അലൈഹിസ്സലാം അപ്പ പ്രാർത്ഥിച്ച ആ പ്രാർത്ഥന ഉണ്ടല്ലോ, ആ പ്രാർത്ഥന നിങ്ങളും പ്രതിസന്ധിയിൽ പ്രാർത്ഥിച്ചുകൊള്ളൂ എന്നാണ്. ദഅവത്തു ദിന്നൂൻ, ദന്നൂനിന്റെ, യൂനുസിന്റെ പ്രാർത്ഥന. ഇദ് ദഅ വഹു ഫീ ബത്നിൽ ഹൂത്, മത്സ്യത്തിന്റെ വയറ്റിൽ കിടക്കുമ്പോൾ എന്താ പ്രാർത്ഥിച്ചത്? ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ദാലിമീൻ. അല്ലാഹുവേ, നീ അല്ലാതെ ആരാധ്യനില്ല, നീ മഹാപരിശുദ്ധൻ, ഞാൻ അക്രമികളിൽപ്പെട്ടവനായി പോയി. ആ പ്രാർത്ഥനയെ പറ്റി എന്താ നബി സ്വല്ലല്ലാഹു പറഞ്ഞു? ഫഇന്നഹു ലം യദ്ഉ ബിഹാ റജുലുൻ മുസ്ലിമുൻ. ഈ പ്രാർത്ഥന കൊണ്ടൊരു മുസ്ലിം ഇതേ പ്രാർത്ഥന പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഫി ഷൈഇൻ ഖത്തുൻ ഇല്ല ഇസ്തജാബ അല്ലാഹു ലഹു, ഏത് കാര്യത്തിലാണെങ്കിലും പ്രാർത്ഥിച്ചാൽ അല്ലാഹു അവന് ഉത്തരം നൽകിയിരിക്കുമെന്ന്. സുഹൃത്തുക്കളെ, അത്ര വലിയൊരു പ്രതിസന്ധിക്ക് മുന്നിലും പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുമെന്ന് നമ്മളെ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ജീവിത രംഗത്തെക്കുറിച്ച് ഓർത്ത് ഞെട്ടേണ്ടതുണ്ടോ? ഏതെങ്കിലും ഒരു ഭാവി പ്രതിസന്ധിയെക്കുറിച്ച് ആലോചിച്ച് നമ്മൾ എന്തിനെ കടന്ന് വിഷമിക്കുന്നത്? യൂനുസ് നബി അലൈഹിസ്സലാം കിടന്നതിനേക്കാളും വലിയൊരു പ്രതിസന്ധി ഈ ദുനിയാവിൽ നമുക്ക് ആർക്കെങ്കിലും വരൂ, അപ്പോഴും ഉത്തരം കിട്ടുമെന്ന് അള്ളാഹ് പറയണത്. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കി ഉൾക്കൊള്ളാൻ വേണ്ടി തന്നെയല്ലേ സുഹൃത്തുക്കളെ? അള്ളാഹുവിന്റെ തൃപ്തി അത് നേടിത്തരുന്നതാണ് പ്രാർത്ഥന. അള്ളാഹുവിന്റെ കോപം, മഹാനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, അള്ളാഹുവിന്റെ കോപം എന്ന് പറഞ്ഞാൽ അള്ളാഹ് തൃപ്തിപ്പെട്ടാൽ അള്ളാന്റെ തൃപ്തിയിൽ അവിടെ എല്ലാ നന്മയും. മനുഷ്യന് എന്ത് നന്മ കിട്ടണോ അള്ളാന്റെ തൃപ്തിയിൽ നിന്നാണത് വരിക. കമാ അന്ന കുല്ല ബലാഇൻ വ മുസീബത്തിൻ ഫീ ഖലബിഹി, എല്ലാ ബലാഉം മുസീബത്തും അള്ളാഹുവിന്റെ കോപത്തുനിന്ന് വരും. അള്ളാന്റെ തൃപ്തി കിട്ടാനുള്ള ഏറ്റവും വലിയൊരു മാർഗ്ഗമാണ് പ്രാർത്ഥന. പ്രാർത്ഥിക്കാത്തവരോട് അള്ളാഹു കോപിച്ചേക്കാമെന്ന് ഒരു ഹദീസിന്റെ ആശയത്തിലുണ്ട് സുഹൃത്തുക്കൾ. നോക്ക്, നിങ്ങൾ മറ്റുള്ള ഒരാൾക്ക് നിങ്ങൾക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ ഉപകാരം, ഏറ്റവും വലിയ ഉപകാരം
തലമുറകൾക്ക് മുമ്പ് മരിച്ചുപോയ ആൾക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, വാപ്പാക്കുമ്മക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ആ പ്രാർത്ഥനയ്ക്ക് എന്താ നിങ്ങൾ ലൗരി ഗൈബാണ്. അയാൾ കാണാതെ നമ്മൾ അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. വല്ലദീന ജാഊ മിൻ ബഅദിഹിം യഖൂലൂൻ റബ്ബനാ ഇഗ്ഫിർ ലനാ വലിഇഖ്വാനിന അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ. ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞ് ഞങ്ങളുടെ സഹോദരങ്ങളായ മുഅ്മിനീങ്ങൾക്ക് അല്ലാഹുവേ നീ പുറത്തു കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവരൊക്കെ മരിച്ചു പോയ ആൾക്കാരാണ്. ഓർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥിച്ചപ്പോ എന്താണോ നമ്മൾ പ്രാർത്ഥിച്ചത് അത് അതേമാതിരി അല്ലാഹ് നമുക്ക് തരും. മലക്ക് പറയും, ആമീൻ പറയും. മാത്രമല്ല അവർക്ക് അല്ലാഹു അതിന്റെ പ്രതിഫലം നൽകുകയും ചെയ്യുന്നു. മാ മിൻ അബ്ദിൻ മുസ്ലിമിൻ യദ്ഉ ലി അഖീഹി ബിളഹ്രിൽ ഗൈബ്. തന്റെ സുഹൃത്ത് കാണാതെ ഒരാൾ തന്റെ സഹോദരന് വേണ്ടി പ്രാർത്ഥിച്ചാൽ ഇല്ല ഖാലൽ മലക്, അപ്പോൾ മലക്ക് പറയും വലക ബിമിസ്ൽ, വലക ബിമിസ്ൽ, തത്തുല്യമായത് നിനക്കുമുണ്ടെന്ന് പറയുന്ന സുഹൃത്തുക്കളെ, അള്ളാഹുവിന്റെ കൽപ്പന പ്രാവർത്തികമാക്കലാണ് പ്രാർത്ഥന. അല്ലാഹ് നമ്മോട് പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞു, നമ്മൾ പ്രാർത്ഥിക്കണ്ടേ? അല്ലാഹ് നമ്മോട് പ്രാർത്ഥിക്കാൻ പ്രശ്നമൊന്നും വേണ്ട, നമ്മൾ എന്താണ് പ്രാർത്ഥിക്കണ്ടേ? വഖാല റബ്ബുക്കും ഉദ്ഊനി, റബ്ബ് പറഞ്ഞു ഉദ്ഊനി, എന്നോട് പ്രാർത്ഥിക്കൂ. അള്ളാന്റെ കൽപ്പന ഉണ്ട് പ്രാർത്ഥിക്കാൻ. അപ്പൊ സുഹൃത്തുക്കൾ പ്രാർത്ഥിക്കണ്ടേ? നമ്മളങ്ങനെ മനസ്സ് തട്ടി എല്ലാ ദിവസങ്ങളിലും അള്ളാഹുവോട് പ്രാർത്ഥിക്കാറുണ്ടോ? അല്ലെങ്കിൽ അള്ളാഹുവിന്റെ കൽപ്പന നിറവേറ്റാത്തവരായി തീരില്ലേ നമ്മൾ? നാം ആലോചിക്കേണ്ട ഒരു കാര്യം പ്രാർത്ഥിക്കാൻ. മാത്രല്ല പ്രാർത്ഥിക്കുന്നവന് അള്ളാഹു തരുമെന്നുറപ്പ് പറഞ്ഞു. അപ്പൊ ആലോചിക്കുക നിങ്ങൾ, ഞമ്മക്ക് എന്തെങ്കിലും പ്രതിസന്ധി ജീവിതത്തിൽ വന്നു, പക്ഷെ അല്ലാഹ് നമ്മോട് പറഞ്ഞു നീ എന്നോട് ചോദിച്ചാൽ മതി. ചോദിക്കാത്തതുകൊണ്ടാണ് വന്നതെങ്കിൽ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ജഹദിൽ ബലാ, കടുത്ത പരീക്ഷണം തരരുതേ റബ്ബേ എന്ന് റബ്ബിനോടൊന്ന് ചോദിക്കാഞ്ഞിട്ടാണ് അല്ലാഹ് കടുത്ത പരീക്ഷണങ്ങൾ തന്നുവെങ്കിൽ നമ്മളല്ലേ സുഹൃത്തുക്കളെ ഉത്തരവാദി? വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവതദ് ദാഇ ഇദാ ദഅൻ. പ്രാർത്ഥിക്കുന്നവൻ പ്രാർത്ഥിച്ചാൽ ഉത്തരം തരാന്ന് അല്ലാഹ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അല്ലാഹുവിനോട് ചോദിക്കാൻ മനസ്സിൽ തെല്ല അഹങ്കാരമുള്ളവന് പ്രാർത്ഥിക്കാൻ കഴിയില്ലാന്ന് പറയും. എന്താ അഹങ്കാരം? ഇന്റെതൊക്കെ നടത്തിക്കൊണ്ടാകാൻ എനിക്കറിയും, അതിനുള്ള പൈസ എനിക്കുണ്ട്, അതിനുള്ള തറവാട് എനിക്കുണ്ട്, അതിനുള്ള പണം എനിക്കുണ്ട്. വിനയമുള്ളവനെ പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ. ഇനി ആർക്കെങ്കിലും കിബിറുണ്ടെങ്കിൽ അതിനുള്ള ചികിത്സ തന്നെ പ്രാർത്ഥനയാണെന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞത്. വഖാല റബ്ബുക്കും ഉദ്ഊനി അസ്തജിബു ലക്കും ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി, എന്നെ ആരാധിക്കുവാൻ അഹങ്കരിക്കുന്നു ലാ യദ്ഖുൽ ജന്ന മൻ കാന ഫീ ഖൽബിഹി മിസ്കാല ദർറത്തിൻ മിൻ കിബർ. അണ്ണമടി തൂക്കം കിബറുണ്ടോ പോവില്ല. പടച്ചോനെ എന്നെ കൊണ്ടൊന്നും കഴിയൂല, ലാ ഹൗല വലാ ഖുവത ഇല്ല, നീ തരണം, നീ കാക്കണം, നീ നോക്കണം എന്ന് പറയാൻ എപ്പോഴാ തോന്നുന്നറിയും? നമ്മളെ കൊണ്ട് കഴിയൂലാന്ന് തോന്നുന്ന വിനയ ഹൃദയത്തിൽ നിന്നുമാണ് ഒരു പ്രാർത്ഥന ഉയരുന്ന സുഹൃത്ത്. ഹൃദയത്തിന്റെ കാഠിന്യത്തിനുള്ള ചികിത്സയും പ്രാർത്ഥനയാണെന്ന് പറയും. മനസ്സ് നിർമ്മലമാവാൻ, മനസ്സ് കടുത്തു പോകാതിരിക്കാൻ, മനസ്സ് പാറ പോലെയാകാതിരിക്കാൻ. ഫലൗലാ ഇദ് ജാഅഹും ബഅസുനാ തളറഉ വലാകിൻ കസത് ഖുലൂബുഹും വസയ്യന ലഹുമുശ് ശൈത്താനു മാ കാനൂ യഅമലൂൻ. എന്താണ് നമ്മുടെ ശിക്ഷകൾ വന്നപ്പോൾ അവരെന്താണ് താഴ്മ കാണിക്കാതിരുന്നത്? അവിടെ ഹൃദയങ്ങൾ കടുത്തു പോയിരിക്കുകയാണെന്ന്. അവിടെ ഹൃദയങ്ങൾ കടുത്തു പോയിരിക്കുന്നു. പിശാച് അവിടെ പ്രവർത്തനങ്ങളെ ഭംഗിയാക്കി കാണിച്ചു കൊടുക്കുക. ആ മനസ്സിന്റെ വിനയമുണ്ട്, ആ വിനയത്തിൽ നിന്നാണ് പ്രാർത്ഥന വരുന്നത്. ശിക്ഷ തടുക്കാൻ അല്ലാഹ് നമുക്ക് വെച്ചൊരു ശിക്ഷ തടുക്കാൻ പ്രാർത്ഥന കൊണ്ട് പറ്റുന്നതാണ്. ഖുൽമാ യഅബഉ ബികും റബ്ബി ലൗലാ ദുആഉകും. നിങ്ങളുടെ പ്രാർത്ഥനയില്ലെങ്കിൽ അല്ലാഹു നിങ്ങളെ പരിഗണിക്കുമായിരുന്നില്ല. അപ്പൊ അല്ലാഹുവിന്റെ പരിഗണന കിട്ടാൻ പ്രാർത്ഥന ഏറ്റവും വലിയൊരു ആയുധമാണ് സുഹൃത്തുക്കളെ. പ്രാർത്ഥന കൊണ്ട് കിട്ടുന്ന അനുഗ്രഹം വന്നതും വരാനിരിക്കുന്നതുമായ അനുഗ്രഹങ്ങൾ എത്രയെന്ന് ഒരാൾക്ക് കണക്കാക്കാൻ പറ്റില്ല. അദ്ദുആഉ യൻഫഉ മിമ്മാ നസല വമിമ്മാ ലം യൻസിൽ ഫഅലൈക്കും ഇബാദല്ലാഹ് ബിദ്ദുആ. ഇറങ്ങിയതും ഇറങ്ങാനിരിക്കുന്നതുമായ ഒട്ടനവധി അനുഗ്രഹങ്ങളുണ്ട്. അള്ളാഹുവിന്റെ ദാസന്മാരെ നിങ്ങൾ പ്രാർത്ഥിക്കുക എന്ന് ഇമാം അൽബാനി സഹിയാക്കിയ മറ്റൊരു ഹദീസിൽ കാണാൻ പറ്റും. സുഹൃത്തുക്കളെ, പ്രയാസമുണ്ടെങ്കിലും പ്രയാസമില്ലെങ്കിലും പ്രാർത്ഥിക്കണം. പിന്നെന്തറിയോ, ബുദ്ധിമുട്ടൊന്നുമില്ലാത്ത സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കണമെന്നുണ്ടെങ്കിൽ ആ പ്രാർത്ഥന കൊണ്ടൊരു ഗുണമുണ്ട്. ബുദ്ധിമുട്ടുള്ള സമയത്ത് അള്ളാഹു നമ്മളെ സഹായിക്കും. ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആരും പ്രാർത്ഥിക്കും. ബുദ്ധിമുട്ടില്ലാത്ത സമയത്തുകൾ മൻ സറഹു അൻ യസ്തജീബ അല്ലാഹു ലഹു ഇൻദ ശദാഇദ്,
പ്രയാസങ്ങൾ വരുമ്പോൾ തനിക്ക് അള്ളാഹു ഉത്തരം തരണമെന്ന് ആർക്കെങ്കിലും അത് സന്തോഷമായി തോന്നുന്നുവെങ്കിൽ ഫൽയുക്സിർ അദ്ദുആഅ ഫിർറഹ, അവൻ എന്താണ്, അവൻ സുഭിക്ഷതയുണ്ടാകുന്ന സമയത്ത്, ഒരു ബുദ്ധിമുട്ടില്ലാത്ത സമയത്ത് അവൻ അള്ളാഹുവോട് പ്രാർത്ഥിക്കട്ടെ എന്ന് ഇമാം തുർമുദിന്റെ ഹദീസിൽ കാണാൻ പറ്റും. സുഹൃത്തുക്കളെ, ഒരിക്കലും നഷ്ടപ്പെടാത്ത ഒരു അധ്വാനമെന്ന് പ്രാർത്ഥനയെക്കുറിച്ച് പറയാം. കാരണം കൈ ഇങ്ങനെ പൊന്തിച്ചാൽ ആ കയ്യിൽ എന്തെങ്കിലും തരാതെ അള്ളാഹു മടക്കൂലാണ്. ഒന്നില്ലെങ്കിൽ പ്രാർത്ഥിച്ചൊരു പ്രതിഫലം തരും, അല്ലെങ്കിൽ ആ ചോദിച്ചത് തരും, അല്ലെങ്കിൽ ചോദിച്ചതിന്റെ അപ്പുറത്ത് തരും. അങ്ങനെ ഒരു കാര്യമുണ്ട്. ഒരിക്കലും പാഴായി പോവില്ലെന്ന് പറയാൻ പറ്റുന്ന ഒരു കാര്യം. പക്ഷേ പ്രാർത്ഥന സ്വീകരിക്കപ്പെടുന്നവനായിരിക്കണം. സ്വീകരിക്കപ്പെടാൻ എന്താണ്? ഒരു പാപത്തിന് വേണ്ടി പ്രാർത്ഥിക്കരുത്, ഒരു തെറ്റ് ചെയ്യാൻ അവസരത്തിന് വേണ്ടി പ്രാർത്ഥിക്കരുത്. അതേപോലെ തന്നെ നമ്മൾ ഖത്തിഅത്തുർ റഹ്ം, കുടുംബ ബന്ധം മുറിക്കാൻ വേണ്ടിയിട്ടാവരുത്. ഒന്നതാണ്. രണ്ടാമത്തെ നിബന്ധന, അവൻ ഒരക്രമിയാകാൻ പറ്റും. കാരണം അക്രമിക്കുന്നവന്റെ പ്രാർത്ഥന, അക്രമിയായവന്റെ പ്രാർത്ഥന അള്ളാഹു കേൾക്കൂലാണ്. പിന്നെ നല്ലത് തിന്നണം സുഹൃത്തുക്കളെ. നമ്മള് ആൾക്കാർക്ക് ഇഷ്ടമില്ലാത്ത പണം കുറേ കൊണ്ടുപോയി ബാങ്കിൽ ഇട്ടിച്ചിട്ട് എന്തെങ്കിലും കാര്യമുണ്ട് സുഹൃത്തുക്കളെ? എന്തെങ്കിലും കാര്യമുണ്ട്? നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിനേക്കാളും വലുത് അള്ളാഹിന്റെ അടുത്തുണ്ട്. അത് കിട്ടണമെങ്കിൽ ഈ കൊണ്ടുപോയി വെച്ചിട്ട് ഹറാമില്ലാതിരിക്കണം. ഇന്നല്ലാഹ ത്വയ്യിബ് ലാ യഖ്ബലു ഇല്ലാ ത്വയ്യിബ്. അള്ളാഹ് ത്വയ്യിബാണ്. അള്ളാഹ് നല്ലതല്ലാതെ അള്ളാഹ് എടുക്കില്ല, നല്ലതല്ലാതെ അള്ളാഹു എടുക്കുകയില്ല എന്നാണ്. അവിടെ അള്ളാഹുവോട് പ്രാർത്ഥിക്കുന്നവൻ നല്ലത് തിന്നണം. പിന്നെ പ്രാർത്ഥനയ്ക്ക് അതിക്രമമുണ്ടായി. അതിക്രമം അള്ളാഹോട് പ്രാർത്ഥിക്കണം. മറ്റുള്ള മഹാന്മാരെയും പുണ്യാത്മാക്കളെയും വിളിച്ച് പ്രാർത്ഥിക്കരുത്. പ്രാർത്ഥനയ്ക്ക് പറഞ്ഞ നിബന്ധനകളെ പാലിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം. പിന്നെ ഹൃദയ സാന്നിധ്യം വേണം. ആൾക്കാർ ഇങ്ങനെ കൈയടിച്ച് ഉറങ്ങുന്നുണ്ടാവും, കൈയടിച്ച് ഇങ്ങനെ ഉറങ്ങുന്നുണ്ടാവും. പ്രത്യേകിച്ച് ഈ കൂട്ടതുവയൊക്കെ ഉള്ളടത്ത് പോയാൽ കാണാം, ആൾക്കാർ ഇങ്ങനെ കൈയടിച്ചിട്ട് ഇങ്ങനെ ഉറങ്ങും. അള്ളാന്റെ മുമ്പിൽ ഇങ്ങനെ കൈയടിച്ച് ഉറങ്ങണവരുടെ അവസ്ഥ എന്താ സുഹൃത്ത്? മനസ്സാന്നിധ്യത്തോടുകൂടെ ചോദിക്കേണ്ട ചോദ്യം. നിങ്ങൾ ഉത്തരം കിട്ടുമെന്ന് ഉറപ്പിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കണം. അശ്രദ്ധമായ ഹൃദയത്തിന്റെ പ്രാർത്ഥനകൾ അള്ളാഹു കേൾക്കൂല എന്നാണ്. നന്മ കൽപ്പിക്കണം, തിന്മ വിരോധിക്കണം. അങ്ങനത്തെ ആൾക്കാരെ പ്രാർത്ഥന അത് സ്വീകരിക്കും. തിന്മകൾ കണ്ടിട്ടും കണ്ണടച്ച് ജീവിക്കുന്നവരുടെ പ്രാർത്ഥന ചിലപ്പോൾ സ്വീകരിക്കാതെ പോകും എന്നും ഹദീസിൽ കാണാൻ പറ്റും. വല്ലദീ നഫ്സി ബിയദിഹി ലതഅ്മുറന്ന ബിൽ മഅറൂഫ്, നിങ്ങൾ വലതൻഹൗന അനിൽ മുൻകർ, നന്മ കൽപ്പിക്കണം, തിന്മ വിരോധിക്കണം. ഔ ലയൂഷിക്കന്ന അല്ലാഹ് അയ്യബഅസ അലൈക്കും അദാബൻ മിൻ, അതല്ലെങ്കിൽ അള്ളാഹു നിങ്ങളുടെ മേൽ ശിക്ഷ ഇറക്കും. തദ്ഊനഹു, അപ്പോൾ നിങ്ങൾ അല്ലാഹ് എന്ന് വിളിക്കും. ഫലാ യസ്തജിബു ലക്കും, അവൻ നിങ്ങൾക്ക് ഉത്തരം തരൂല. അതേമാതിരി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എന്താ ഉത്തരം കിട്ടാത്തത്, ഞാൻ എത്രയേ പ്രാർത്ഥിച്ചത് പറയാനേ പാടില്ല. പ്രാർത്ഥനയിൽ ധൃതി കാണിക്കുന്നവന് അള്ളാഹു അവന്റെ ആവശ്യങ്ങൾ നിർവഹിക്കപ്പെടാതെ കടന്നേക്കാണ്. പഠിക്ക സുഹൃത്തുക്കളെ, കുറച്ച് പ്രാർത്ഥനകളൊക്കെ ഖുർആൻ അന്ന് ഹദീസ് നോക്കണം. ഇപ്പൊ ഈ ഉംറക്കൊക്കെ പോണ ആളുകൾക്ക്, ഹജ്ജിനൊക്കെ പോണ ആളുകൾക്ക് തവാഫ് ചെയ്യുമ്പോൾ എത്രയോ കാലമായിട്ട് പ്രാർത്ഥിക്കാൻ വിചാരിച്ച് പോവാണ് അങ്ങോട്ട്. അപ്പൊ ചിലപ്പോൾ ചെന്നിറങ്ങിയ തിരക്കിലൊക്കെ എന്ത് ചെയ്യും, തവാഫിന്റെ സമയത്ത്, തവാഫിൽ നമുക്ക് എന്തും പ്രാർത്ഥിക്കാം, തവാഫിന് പ്രത്യേക പ്രാർത്ഥനകളില്ല. അപ്പൊ അങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ അത് പറയാൻ മറന്നോ, ഇത് പറയാൻ മറന്നോ എന്നൊക്കെ ആൾക്കാരെ മനസ്സിലുണ്ടായിരിക്കും. എന്നാൽ അതിനൊരു പരിഹാരം കണ്ടില്ല. നമ്മൾ ആ റുക്കും യമാന്റെ അവിടുന്ന് ഹജറുൽ അസ്വദിന്റെ അവിടേക്ക് എത്തുന്നിടക്ക് പ്രാർത്ഥിക്കേണ്ടത് എന്താണ്? റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അതിലില്ലാത്തതൊന്നുമില്ല സുഹൃത്തുക്കളെ. ദുനിയാവിലും ആഖിറത്തിലും എനിക്ക് ഖൈർ തരണമെന്ന് പറഞ്ഞാൽ അതിന്റെ വിശദീകരണത്തിൽ ഇമാം സഅദി റഹ്മഹുല്ലാ കൊടുത്ത കാര്യങ്ങളുണ്ട്. എല്ലാം അതിൽ പെടാത്ത ഒരു കാര്യമില്ല എന്നാണ്. നമ്മൾക്ക് ഈ ഇഹലോകത്ത് കിട്ടാവുന്ന, പരലോകത്ത് കിട്ടാവുന്ന എല്ലാം നമ്മുടെ കുടുംബത്തിന് വേണ്ടി, മക്കൾക്ക് വേണ്ടി, സമ്പത്തിന് വേണ്ടി, കച്ചവടത്തിന് വേണ്ടി, ആരോഗ്യത്തിന് വേണ്ടി, ദുനിയാവിൽ ഒരു മനുഷ്യന് ഗുണമെന്ന് പറയാൻ എന്തെല്ലാം ഉണ്ടോ അതൊക്കെ ആ ചോദ്യത്തിൽ വരുന്നതാണ്. ഇനി വഫിൽ ആഖിറ എന്ന് പറഞ്ഞാലോ, മരണസമയത്തിലെ ബുദ്ധിമുട്ട്, ഖബറിലെ ശിക്ഷ, പരലോകത്തെ വിചാരണ, അവിടുത്തെ സിറാത്ത്, എന്തെല്ലാം ബുദ്ധിമുട്ടുകളുണ്ടോ അതിലൊക്കെ എനിക്ക് ഹസനത്ത് തരണമെന്ന. അപ്പൊ ഒന്നും വിട്ടുപോയിട്ടില്ല. എല്ലാം ചോദിക്കാൻ സമ്പൂർണമായ പ്രാർത്ഥന. എത്രയെത്ര നല്ല പ്രാർത്ഥനകളുണ്ട് കാര്യങ്ങൾ വിശുദ്ധ ഖുർആനിൽ തന്നെ. വഖുർ റബ്ബിഗ്ഫിർ വർഹം വഅൻത ഖൈറുർ റാഹിമീൻ. വഖുൽ, നീ പറയണം, റബ്ബിർഹം, റബ്ബേ കരുണ ചെയ്യ്, വഗ്ഫിർ, നീ പൊറുക്ക്. പോരെ സുഹൃത്തുക്കളെ, അത് രണ്ടു മതി. അല്ലാഹുവേ നീ കരുണ ചെയ്യ്, നീ പൊറുക്ക്. വഅൻത അർഹമുർ, നീ കരുണ ചെയ്യുന്നവരിൽ ഏറ്റവും കാരുണ്യവാനല്ല.
അല്ലാഹുമ്മ ജഅൽ ഫീ ഖൽബി നൂറ, അല്ലാഹുവേ ഹൃദയത്തിൽ വെളിച്ചം തരണം. വഫീ ബസരി നൂറ, എന്റെ കണ്ണുകളിൽ വെളിച്ചം തരണം. വഫീ സംഇ നൂറ, എന്റെ കാതുകളിൽ വെളിച്ചം തരണം. ഇതും പറഞ്ഞിട്ടാ പള്ളിക്ക് നടന്നു പോയിരുന്നത്. വഅൻ യമീനി നൂറ വഅൻ ശിമാലി നൂറ, എന്റെ വലത്ത് പ്രകാശം, എന്റെ ഇടത്ത് പ്രകാശം. വഫൗഖി നൂറ വതഹ്തി നൂറ, എന്റെ മേലെ പ്രകാശം, താഴെ പ്രകാശം. വഅമാമി നൂറ വഖൽഫി നൂറ, എന്റെ മുന്നിൽ പ്രകാശം, എന്റെ പിന്നിൽ പ്രകാശം. വജഅൽ ലീ യൗമ ലിഖാഇക നൂറ, നിന്നെ കണ്ടുമുട്ടുന്ന നാളിലും എനിക്ക് വെളിച്ചം തരണം. ആ വെളിച്ചത്തെ സുഹൃത്തുക്കൾ, അത് സമാധാനമാണ്, നിർഭയത്വമാണ്, കാരുണ്യമാണ്, ഹുദയാണ്, ഹിദായത്താണ്. അള്ളാഹുവോട് വെളിച്ചം ചോദിക്കണം. എല്ലായിടത്തും വെളിച്ചം, കണ്ണിലും കാതിലും ജീവിതത്തിൽ ഒട്ടനേകം വെളിച്ചം. അല്ലാഹുമ്മ അസ്ലിഹ് ലി ദീനി, ദീനെ നന്നാക്കിക്കൊണ്ട്, വഅസ്ലിഹ് ലി ദീനി അല്ലദീ ഹുവ ഇസ്മത്തു അംരി, എന്റെ എല്ലാ കാര്യങ്ങളുടെയും സുരക്ഷ ദീനാൻ. വഅസ്ലിഹ് ലി ദുനിയായ, ദുനിയാവിനെ നന്നാക്കിക്കൊണ്ട്, അല്ലതീ ഫിഹാ മആശി, അവിടെയാണ് ഞാൻ ജീവിക്കുന്നത്. വഅസ്ലിഹ് ലി ആഖിറതി, പരലോകം നന്നാക്കിക്കൊണ്ട്, ഫിഹാ അല്ലതീ ഫിഹാ മആദി, അവിടേക്കാണ് ഞാൻ തിരിച്ചു വരുന്നത്. വജഅലിൽ ഹയാത സിയാദതൻ ലി ഫി കുല്ലി ഖൈർ, ജീവിതം നന്മയോടുകൂടെ നീ വർദ്ധിപ്പിച്ചു. ജീവിതം മുന്നോട്ട് പോവുകയാണെങ്കിൽ നന്മയാണ് എനിക്ക് തരേണ്ടത്. അതല്ലെങ്കിൽ നീ എന്ത് ചെയ്യണം? വജഅലിൽ മമാത റാഹത്തൻ ലി മിൻ കുല്ലി ശർ, അല്ലെങ്കിൽ മരണത്തെ ഒരു വിശ്രമമായിക്കൊണ്ട്, എല്ലാ ഇടങ്ങേറുന്നും ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകാനുള്ള ഒരു അവസ്ഥ മരണം കൊണ്ട് ഉണ്ടാക്കിക്കൊണ്ട എന്ന് അള്ളാഹുവോട് ചോദിക്കണം. എന്തെല്ലാം അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ അഫ്വ വലാഫിയത ഫി ദീനി വദുനിയായ, ഇഹലോകത്തും പരലോകത്തും ആഫിയത്ത്, സുഖം തരണേ, സൗഖ്യം തരണേ, ക്ഷേമം തരണേ ചോദിക്കാണ്ട് സുഹൃത്തുക്കൾ. അതുകൊണ്ട് ഒരല്പസമയം ഓട്ടല്ലേ, നമ്മൾ ധൃതിയല്ലേ സുഹൃത്തുക്കളെ, നേടാൻ വേണ്ടി ഓടുകയാണ്. നേടാൻ വേണ്ടി ഓടിക്കോളും, കൂട്ടത്തിലൊന്ന് ഇരുന്ന് ചോദിച്ചാലും കിട്ടും. ഓടിയ മാത്രമല്ല സുഹൃത്തുക്കൾ കിട്ടുക, ഓടും ആളുകൾ തന്നെ ഒന്ന് ഇരുന്ന് ചോദിച്ചാൽ കിട്ടും. അപ്പോൾ 8-10 മണിക്കൂർ ഓടുമ്പോൾ ഒരു 10 മിനിറ്റൊക്കെ ഇരുന്ന് ചോദിക്കാൻ സമയം കാണും. അത് ഇബാദത്താണ്, പുണ്യാണ്, പ്രതിഫലം കിട്ടും, അല്ലാതെ തൃപ്തി കിട്ടും, കോപം നീങ്ങും, എന്തെല്ലാം കാര്യങ്ങളാണ്. അതുകൊണ്ട് ബോധപൂർവം ജീവിതത്തിൽ ഒരു സമയം, ഒരു ദിവസത്തിലെങ്കിലും ഒരു സമയം 2 കൈകൾ ഉയർത്തി അള്ളാഹുവിലേക്ക് തേടാൻ നമുക്ക് മനസ്സുണ്ടാവണം. അള്ളാഹുവോട് മാത്രം പ്രാർത്ഥിക്കുകയും അള്ളാഹുവിൽ വരവേൽപ്പിക്കുകയും അവന് പ്രതീക്ഷ അർപ്പിക്കുകയും ചെയ്യുന്ന യഥാർത്ഥ വിശ്വാസികൾ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുവാണ്. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ തയ്യിബൻ ബാറകൻ ഫീ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഒരിക്കൽ കൂടെ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തും. സഹോദരങ്ങളെ, ഈ മനഃപ്പാഠമാക്കുക എന്നുള്ളത് വളരെ നല്ലൊരു കാര്യമാണ്. എല്ലാവരിലും കൊണ്ട് മനഃപ്പാഠമാക്കുക. വിശുദ്ധ ഖുർആൻ ലോകത്ത് സംരക്ഷിക്കപ്പെട്ടതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അടിസ്ഥാനം ഖുർആൻ മനഃപ്പാഠമായിരുന്നു. ഖുർആന്റെ ക്രോഡീകരണ സമയത്ത് അതിൻ്റെ ഏടുകളൊക്കെ പരിശോധിക്കുമ്പോൾ ആ ഏടുകളും ഹിഫ്ളും ഒത്തു നോക്കിയിട്ടാണ് എന്തായിരുന്നത്. അടുത്ത കാലത്ത് വരെ ജീവിച്ച് മരിച്ചു പോയ പണ്ഡിതന്മാർ, ഇമാം ബുഖാരിന്റെ വിശാലമായ എത്രയോ വാള്യങ്ങളുടെ ഫത്ഹുൽ ബാരി അടക്കം കാണാതെയുള്ള പണ്ഡിതന്മാർ, ചെറിയ വിശ്വാസത്തിന്റെ മത്തുനുകൾ അതൊക്കെ കാണാതെ പഠിക്കും. പലപ്പോഴും ഒരു നിസ്കാരത്തിൽ കഷ്ടി ഓതാനുള്ള ചെറിയ 4 സൂറത്ത് പോലും കാണാതെ പഠിക്കാത്ത ആൾക്കാർ കുറച്ച്. ഇന്നിപ്പോൾ ഓൺലൈനായിട്ടൊക്കെ ഹിഫ്ളാക്കാൻ സംവിധാനങ്ങൾ, നമ്മളൊക്കെ പഠിക്കണം. ഖുർആന്റെ ആയത്തുകൾ ഒരു ദിവസം ഒരു ആയത്തൊക്കെ പഠിക്കാൻ ഉള്ള ഗ്രൂപ്പുകൾ അതിലൊക്കെ ചേർന്ന് നമ്മൾ പഠിക്കണം. അല്ലെങ്കിൽ നമുക്ക് റേഡിയോയിലൊക്കെ എന്താണ് സാധാരണ ഇതിൽ ഹിഫ്ളിനായിട്ട് സന്ദർഭം, അതുപയോഗിച്ചുകൊണ്ട് നമുക്ക് പഠിക്കാൻ പറ്റും. ആ കൂടുതൽ നമ്മൾ പഠിക്കേണ്ടതാണ് ഈ ഖുർആനിലെയും ഹദീസിലേക്ക് ദുആകൾ, പ്രാർത്ഥനകൾ. ആളുകൾ ഹജ്ജിന് ഉംറയ്ക്ക് പോകുമ്പോൾ എഴുതി കൊണ്ടുപോവുക ചെയ്യുക, അതൊന്നും കുഴപ്പമില്ല. 4 സുഹൃത്തുക്കളെ ഒരു ആഴ്ചക്ക് ഒരു ദുആയൊക്കെ പഠിച്ചാൽ നല്ല മലയാളത്തിൽ നമുക്കത് പഠിക്കാൻ പറ്റുന്ന സംവിധാനം കിട്ടും. അപ്പം മനഃപ്പാഠമാക്കുന്നത് വളരെ പുണ്യകരമായ കാര്യം. മനഃപ്പാഠത്തിന്റെ സുഖം എന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴും ചൊല്ലാം, എപ്പോഴും പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് രാവിലത്തെ അദ്കാറുകളൊക്കെ കാണാതെ പഠിച്ചു വെച്ചാൽ രാവിലെ നടന്നു പോകുമ്പോഴും യാത്ര പോകുമ്പോഴൊക്കെ നമുക്ക് ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കാം. കുറച്ചൊരു ഹിഫ്ളാക്കാനുള്ള ഒരു മനസ്സ്, ഖുർആനും ഹദീസും ഒക്കെ ഒന്ന് മനഃപ്പാഠമാക്കാൻ നമ്മുടെ പ്രായമേതാവട്ടെ, സമയമേതാവട്ടെ, എത്ര തിരക്കുണ്ടാവട്ടെ, കുറച്ചൊക്കെ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാവട്ടെ, നമുക്ക് ചൊല്ലാനും പറയാനൊക്കെ. അഥവാ വല്ല ആശുപത്രിയിലോ ICUയിലോ ഒക്കെ മരുന്ന് കിടക്കുമ്പോൾ ആരാ ഏട് തരിക സുഹൃത്തുക്കൾ, ആരാ കണ്ണട തരിക, ആരാ മൊബൈൽ തരിക, എന്തെങ്കിലുമൊക്കെ ചെല്ലാനും പറയാനൊക്കെ നമുക്ക് അറിയണ്ടേ. നല്ലതാണ്, ഒക്കെ നല്ല കാലത്ത് ചെയ്തു വെച്ചാലേ നമുക്ക് പറ്റുള്ളൂ. അവിടെ കുറച്ച് കാര്യങ്ങൾ നമ്മുടെ തിരക്കിനിടയിൽ മനഃപ്പാഠമാക്കാം. കുറച്ച് പ്രാർത്ഥനകൾ, പ്രവാചകന്മാരുടെ പ്രാർത്ഥനകളും ഹദീസിലെ പ്രാർത്ഥനകളൊക്കെ പഠിക്കാൻ നമ്മൾ ശ്രമിക്കാം. അങ്ങനെ നീണ്ട കാര്യങ്ങൾ പഠിക്കാനും അറിയാനുമുള്ള ഒരു അവസ്ഥ അള്ളാഹു, ഒരു മനസ്സ് നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹു ഞങ്ങൾ വന്നുപോയ തെറ്റുകളെ, കുറ്റങ്ങളെ ഞങ്ങൾക്ക് നീ പുറത്തു മാപ്പാക്കി തരണം. അള്ളാഹു ഞങ്ങളോട് നീ കരുണ കാണിക്കണമേ റഹ്മാനെ. അള്ളാഹുവെ, പരലോകത്ത് എല്ലാ ശിക്ഷകളിൽ നിന്നും എല്ലാ ബുദ്ധിമുട്ടുകളും ഞങ്ങൾ നീ കാത്തു രക്ഷിക്കണമേ. ധാരാളം ആളുകൾ നമ്മളൊക്കെ പ്രാർത്ഥിക്കാൻ വേണ്ടി വസീത്ത് ചെയ്തു. പല പ്രതിസന്ധികളും മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ മക്കൾ ആവശ്യപ്പെട്ടത്,
തങ്ങളുടെ ബന്ധുക്കൾക്കും കുടുംബങ്ങൾക്കും സുഹൃത്തുക്കൾക്കും ഒക്കെ വേണ്ടി അല്ലാഹുവേ അവിടെ എല്ലാ പ്രയാസങ്ങളെയും നീക്കി കൊടുക്കണമേ. അവർക്ക് എല്ലാവർക്കും നീ ശിഫ നൽകണമേ റഹ്മാനെ. അല്ലാഹുമ്മ ഫിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഗറാമ ഇന്നഹാ സാഅത് മുസ്തഖറൻ വ മുഖാമ റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിനാ വ ദുർരിയാതിനാ ഖുർറത അഅ്യുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله رب العالمين.